കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തെരച്ചിൽ പുനരാരംഭിച്ചു. ഷിരൂരിൽ ഈശ്വർ മാൽപെ പുഴയിലിറങ്ങി പരിശോധന നടത്തുകയാണ്. ജില്ലാ പോലീസ് മേധാവി പുഴയിലിറങ്ങി പരിശോധിക്കാൻ ഈശ്വർ മാൽപെയ്ക്ക് അനുമതി നൽകുകയായിരുന്നു. വിവരങ്ങളുമായി സിജു ചേരുകയാണ് ഷിരൂരിൽ നിന്ന്. സിജു, അർജുന് വേണ്ടിയിട്ടുള്ള ദൗത്യം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിന് മുൻപായി ഇപ്പോൾ ഈശ്വർ മാൽപെ പുഴയിലിറങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മാൽപെയുടെ ദൗത്യം തുടങ്ങിയോ? അതിനുശേഷമായിരിക്കുമോ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റൽ ആരംഭിക്കുക? അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള മൂന്നാം ഘട്ട ദൗത്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇന്ന് രാവിലെ ഈശ്വർ മാൽപെ അല്പസമയം മുമ്പ് പുഴയിലേക്ക് ഇറങ്ങി മുങ്ങി പരിശോധന നടത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ തൊട്ട് മാറി ഈ നേരത്തെ നാവികസേന അടയാളപ്പെടുത്തിയ CP4 എന്ന കോണ്ടാക്ട് പോയിന്റിൽ നിന്ന് മാറി തൊട്ട് താഴെ മണ്ണ് നീക്കം ചെയ്യുന്നു. യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് കോരിയതിനു ശേഷം ബാർജിൽ മണ്ണും മറ്റ് മരങ്ങളും എല്ലാം തന്നെ പാറക്കല്ലുകളും എല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് പരിശോധന നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. ഈശ്വർ മാൽപെ 2 തവണയാണ് ഇപ്പോൾ മുങ്ങി പരിശോധന നടത്തിയത്. നേരത്തെ ആദ്യഘട്ടത്തിൽ 7 മിനിറ്റ് നേരത്തിനടുത്ത് പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്തി. അതിനുശേഷം വീണ്ടും മുങ്ങി. ഇപ്പോൾ കരയുടെ ഭാഗത്തായി അദ്ദേഹം നിലയുറപ്പിച്ചിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ 2ാം തവണ മുങ്ങിയപ്പോൾ 5 മിനിറ്റിനടുത്ത് മുങ്ങി പരിശോധന നടത്തി. പ്രധാനമായും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതിന് മുമ്പായി, മണ്ണ് നീക്കം ചെയ്യുന്നതിന് മുമ്പായി ഈ സ്ഥലത്ത് പരിശോധന നടത്താൻ അനുമതി നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പിന്നീട് വൈകുന്നേരത്തോടുകൂടി MLA അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർ അദ്ദേഹത്തിന് മുങ്ങി പരിശോധന നടത്താൻ അനുമതി നൽകുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 6 മണിക്ക് അതിനുള്ള തയ്യാറെടുപ്പുകളുമായി അദ്ദേഹം എത്തിയെങ്കിലും പോലീസ് തടയുന്ന ഒരു സാഹചര്യമായിരുന്നു. 2.5 മണിക്കൂർ നേരം പോലീസ് തടഞ്ഞു. അത് എന്തിനാണെന്ന് അറിയില്ല എന്നാണ് ഈശ്വർ മാൽപെ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും പുഴയുടെ അടിത്തട്ടിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. പോലീസ് തടഞ്ഞതിന് ശേഷം 2.5 മണിക്കൂർ നേരം തനിക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നു. ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഈശ്വർ മാൽപെ മുന്നോട്ട് വെച്ചത്. കുടുംബത്തിന്, അർജുന്റെ കുടുംബത്തിന്, അതോടൊപ്പം തന്നെ ജഗന്നാഥന്റെ കുടുംബത്തിന്, ലോകേഷിന്റെ കുടുംബത്തിന്, കാണാതായ 3 പേരുടെ കുടുംബത്തിനും അവസാന നിമിഷം വരെ പരിശോധനയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന ഒരു വാക്ക് താൻ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി എത്തുന്നത് എന്നാണ് ഈശ്വർ മാൽപെ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ 8:30 വേലിയിറക്ക സമയം മാറി. 9:30 വേലിയിട്ട സമയത്തിലേക്ക് പുഴയുടെ സ്വഭാവം മാറും. അപ്പോൾ പരിശോധന നടത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ പരിശോധന നടത്താൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും പരിശോധനയ്ക്ക് അനുമതി നൽകുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങിയത്. 2 തവണയാണ് പുഴയിലിറങ്ങി പരിശോധന നടത്തിയത്. ആദ്യഘട്ടത്തിൽ 7 മിനിറ്റിനടുത്ത് പുഴയുടെ അടിത്തട്ടിൽ മുങ്ങി പരിശോധന നടത്തി. ഈ കോണ്ടാക്ട് പോയിന്റ് 4ലേക്ക് അദ്ദേഹം നിൽക്കുന്ന കരയുമായി 25 മീറ്ററോളം ദൂരമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ ഏതാണ്ട് അതിനടുത്തേക്ക് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പുഴയിലേക്ക് മുങ്ങിയിട്ടുണ്ട്. അതിനടുത്ത് പോയി പരിശോധന നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രധാനമായും അദ്ദേഹം പറയുന്നത് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അന്ന് പരിശോധന നടത്തുന്ന സമയത്ത് ഗംഗാവാലി പുഴ കുത്തിയൊഴുകുകയായിരുന്നു. ചെളിയും മണ്ണും കല്ലും എല്ലാം തന്നെ അടിയും നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതോടൊപ്പം പുഴ കലങ്ങി മറിഞ്ഞൊഴുകുകയായിരുന്നു. ശക്തമായ മഴയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധന സാധ്യമാകാത്ത നിലയിൽ കലങ്ങി മറിഞ്ഞൊഴുകുകയായിരുന്നു. അതുകൊണ്ട് ആ പരിശോധന നടത്തുമ്പോൾ കാര്യമായി ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ടോർച്ചിന്റെ വെളിച്ചത്തിൽ നടത്തിയ പരിശോധനയായിരുന്നു. എന്നാൽ ഇപ്പോൾ ടോർച്ചിന്റെ വെളിച്ചം പോലും ആവശ്യമില്ലാത്ത നിലയിൽ ഒരു സ്വിമ്മിംഗ് പൂളിലേതുപോലെ തന്നെ ഈ ഭാഗം കൃത്യമായി തെളിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് പരിശോധന നടത്തിയാൽ എന്തെങ്കിലും വിവരം ലഭ്യമാകുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അർജുന്റെ മൃതദേഹം കണ്ടെത്താൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ട്രക്കിന്റെ ക്യാബിൻ ഭാഗം കണ്ടെത്താൻ കഴിയുമെന്നുൾപ്പെടെയുള്ള പ്രതീക്ഷകളാണ് പങ്കുവെക്കുന്നത്. എന്തായാലും സാധ്യമായ വഴികൾ എല്ലാം തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായാണ് ഇതിന്റെ രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. ആ രീതിയിൽ ദൗത്യം മുന്നോട്ട് പോകുമ്പോൾ സിജു, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ പുഴയുടെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? അടിയൊഴുക്ക് മാറിയിട്ടുണ്ടോ? ഒപ്പം തന്നെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ? ആ രീതിയിൽ തെരച്ചിലിന് അനുകൂലമായ ഒരു പശ്ചാത്തലമാണോ ഇപ്പോൾ അവിടെ ഉള്ളത്? നിലവിൽ വളരെ അനുകൂലമായ കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ശക്തമായ മഴ ഇടയ്ക്ക് പെയ്തിരുന്നു. പക്ഷെ ഇന്നെന്നാൽ കാലാവസ്ഥ തെളിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വളരെ അനുകൂലമായ ഒരു ഘടകമാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ മുങ്ങി പരിശോധന നടത്തുന്നതിനുമെല്ലാം തന്നെ അനുകൂലമായ ഒരു നിലയിലാണ് ഇവിടുത്തെ കാലാവസ്ഥ. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലേക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരവും ഷിരൂരിൽ അനുകൂലമായ ഒരു നിലയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പരിശോധനയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാകില്ല
ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃത്യമായി പരിശോധന നടത്തുക എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. അർജുന്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സഹോദരി ഭർത്താവ് ജിതിനും ആ സ്ഥലത്തെത്തിയിരുന്നു. ഈ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് അവിടെ ട്രക്ക് ഉണ്ടാകുമെന്നും അർജുൻ എന്ത് സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ഏറ്റവും അവസാനത്തെ ശ്രമം എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം കാർവാർ MLA സതീഷ് റെയിലും ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. അവസാനവട്ട ശ്രമമാണ്. 3 ദിവസമാണ് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് കമ്പനിയുമായി കരാറുള്ളത്.